തമിഴിലെ മികച്ച നടന്മാരിൽ ഒരാളായിരുന്നിട്ടും കഴിഞ്ഞ കുറച്ചു കാലമായി തിയേറ്റർ ഹിറ്റില്ലാത്തതിന്റെ പേരിൽ പരിഹാസം ഏറ്റുവാങ്ങുന്ന നടനാണ് സൂര്യ. വൻ പ്രതീക്ഷയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിന്റെ താരത്തിന് തിരിച്ചടിയാകുന്നത്. 2.5 വർഷത്തെ കഠിനാധ്വാനത്തിൽ ഒരുക്കിയ കങ്കുവ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കുന്ന ചിത്രമായി മാറി. പിന്നാലെ എത്തിയ റെട്രോയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. കഴിഞ്ഞ 5 വർഷമായി സൂര്യയുടെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വടിവാസൽ. തമിഴിലെ മികച്ച സംവിധായകരിൽ ഒരാളായ വെട്രിമാരനുമൊത്ത് സൂര്യ കൈകോർക്കുന്ന ചിത്രം അനൗൺസ്മെന്റ് ചെയ്ത് 2020-ലായിരുന്നു. CI ചെല്ലപ്പൻ എഴുതിയ ഇതേ പേരുള്ള നോവലിന്റെ ചലച്ചിത്ര ഭാഷയാണ് വടിവാസൽ എന്ന് പ്ലാൻ ചെയ്തത്. തമിഴ് ജനത ജീവശ്വാസമായി കാണുന്ന ജല്ലിക്കെട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണ് വടിവാസലിന്റെ. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ കാരി എന്ന കാളയെ ജല്ലിക്കെട്ടിൽ കീഴടക്കാൻ ശ്രമിക്കുന്ന പിച്ചി എന്ന യുവാവിന്റെ കഥയാണ് നോവലിലുള്ളത്. സൂര്യയുടെ കരിയറിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ചിത്രമായി വടിവാസലിനെ കണക്കാക്കിയത്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കാത്തതിനാൽ അണിയറ പ്രവർത്തകർ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഓരോ സിനിമയ്ക്ക് വേണ്ടിയും വെട്രിമാരൻ ഒരു സിനിമ ഒരുപാട് സമയമെടുക്കുന്നതുകൊണ്ട് ഉപേക്ഷിക്കാൻ കാരണമായത് എന്ന് പറയപ്പെടുന്നു. സൂരി, വിജയ് സേതുപതി എന്നിവരെ പ്രധാന കഥാപാത്രമൊരുക്കി വെട്രിമാരൻ ഒരുക്കിയ ചിത്രമായിരുന്നു വിടുതലെ. അനൗൺസ്മെന്റ് ചെയ്ത് ഷൂട്ടിംഗ് ആരംഭിച്ച ശേഷം സ്ക്രിപ്റ്റ് തിരുത്തുകയും 2 ഭാഗങ്ങളാക്കിയാണ് ചിത്രം ഒരുക്കിയത്. 4 വർഷത്തോളമാണ് വെട്രിമാരൻ വിടുതലയ്ക്കായി ചെലവഴിച്ചത്. 4.5 കോടി ബജറ്റിൽ തീരുമാനിച്ച ചിത്രം 65 കോടിക്കാണ് ഒടുവിൽ ഒരുങ്ങിയതും. വിടുതലയുടെ തിരക്കിന് ശേഷം വെട്രിമാരൻ വാടിവാസലിന്റെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു എന്നാണ് അറിയിച്ചത്. എന്നാൽ അതിന് പുരോഗതിയില്ലാത്തതിന് പിന്നാലെ ചിത്രം ഉപേക്ഷിച്ചെന്ന വാർത്ത വരുന്നത്. വാടിവാസലിനായി സൂര്യ 4 വർഷമായി കാളയെ വളർത്തുകയായിരുന്നു. ചിത്രത്തിന് ഇംഗ്ലണ്ടിൽ നിന്ന് റോബോട്ടിക് കാളെ കൊണ്ടുവരുന്നുണ്ടെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. 5 വർഷത്തിലേറെ നീണ്ടുനിന്ന കാത്തിരിപ്പിൽ ഇങ്ങനെ അവസാനിച്ചതിൽ ആരാധകരും നിരാശയിലാണ്.